അമ്മയെ പോലെയാണ്. മനുഷ്യൻ ആവശ്യമുള്ളതെല്ലാം പ്രകൃതി നൽകുന്നു. എന്നാൽ മനുഷ്യൻ പ്രകൃതിക്ക് തിരിച്ചു നൽകുന്നത് എന്താണ്? ഇടിച്ചു നിരത്തപ്പെട്ട മലകളും നികത്തപ്പെട്ട വയലുകളും വെട്ടി നിരത്തിയ കാടുകളും തടഞ്ഞ് നശിപ്പിക്കപ്പെട്ട് നീർച്ചാലുകളുമൊക്കെ നമുക്ക് നൽകുന്നത് ദുരന്തങ്ങളുടെ വേദനയാണ്. അതെ, നമ്മെ പരിപാലിപ്പിച്ച നമ്മുടെ പ്രകൃതി ഇന്നൊരു പ്രതികാര ദുർഗയായി മാറിയിരിക്കുകയാണ്. അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇത് തന്നെയാണ്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു നാടാണ് നമ്മുടെ ഈ കേരളം. പുഴകളാലും മലകളാലും മരങ്ങളാലും സമ്പന്നമാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെയാണ് ലോകമെമ്പാടും നമ്മുടെ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ഈ ദുരന്തങ്ങളിൽ നിന്ന് ഇനിയും ഒരു തിരിച്ചുപോക്ക് സാധ്യമാണ്. നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി പ്രകൃതിയെ കാത്തു സൂക്ഷിച്ചതുപോലെ നമുക്കും ഭാവി തലമുറയ്ക്കായി പ്രകൃതിയെ കാത്തു സൂക്ഷിക്കുവാനുള്ള കടമയുണ്ട് എന്ന് ആരും മറക്കരുത്. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. ഓടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ, നാടിനുയരായ അറിവിൻ മധുരം പകർന്നു നൽകാനാ. മാഷേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മാഷ് എന്താ അമ്പിളിക്ക് മാത്രം ഉച്ചക്ക് ചോറ് കൊണ്ടുപോയി കൊടുക്കണേ? ആരാ പറഞ്ഞു ഞാൻ അമ്പിളിക്ക് എൻ്റെ വീട്ടിൽ നിന്നാണ് ചോറ് കൊണ്ടുപോയി കൊടുക്കുന്നതെന്ന്? എടാ, അവളുടെ അമ്മേൻ്റെ കയ്യിൽ തന്നു വിടുന്നതാണ്. മക്കളെ, എല്ലാവരും ഒന്ന് വിട്ടിടുന്നേ, നല്ല ഇടി കിട്ടുന്നുണ്ട്. ദൈവമേ, 4 ദിവസമായി മഴ നിർത്താതെ പെയ്യാൻ തുടങ്ങിയിട്ട് ഇതെവിടെ ചെന്ന് എത്തുവാവോ? നിങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ വീട്ടിലുള്ളവരാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മഴ പെയ്തോണ്ട് സിഗ്നൽ പോയതായിരിക്കും സാറേ. ജൂലൈ 30 പുലർച്ചെ 12:45 വെള്ളാർമല പുഞ്ചിരിമട്ടത്ത് ആദ്യ ഉരുൾപൊട്ടലുണ്ടാകുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1085 മീറ്റർ ഉയരത്തിലുള്ള പ്രദേശമാണിത്. പേരുപോലെ തന്നെ സുന്ദരമായ ഇടമായിരുന്നു പുഞ്ചിരിമട്ടം. നിരവധി വീടുകളും റോഡും കടകളുമൊക്കെ ഉണ്ടായിരുന്ന ഈ പ്രദേശത്തേക്കാണ് മലവെള്ളവും പാറക്കൂട്ടങ്ങളും കുത്തിയൊഴുകിയെത്തിയത്. 60ലധികം വീടുകൾ ഈ പ്രദേശത്തും ഒലിച്ചുപോയെന്നാണ് ലഭിക്കുന്ന വിവരം. അരമണിക്കൂറുള്ളിൽ തന്നെ പുഞ്ചിമട്ടത്ത് നിന്നും 5 കിലോമീറ്റർ അകലെയുള്ള മുണ്ടക്കൈ ഗ്രാമത്തിലേക്ക് ഉരുൾജലമെത്തി. വലിയ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഉരുൾപൊട്ടലാണെന്ന് പലരും തിരിച്ചറിഞ്ഞിരുന്നു. കല്ലും പാറയും വെള്ളവുമൊക്കെ എത്തിത്തുടങ്ങിയതോടെ വീടുകളുടെ മുകളിലേക്കോ ഉയർന്ന പ്രദേശങ്ങളിലേക്കോ സ്ത്രീകളും കുട്ടികളുമെല്ലാം ഓടിക്കയറാൻ തുടങ്ങിയിരുന്നു. പ്രായമായവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളും നടന്നു. നടുങ്ങിപ്പോയ പലരും എന്തു ചെയ്യണമെന്നറിയാതെ തരിച്ചു നിൽക്കുകയും ചെയ്തു.
നീതുവാണ്. ഇനി ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയൂ. സാനോ സാറ് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെടുത്താം. കുട്ടികളെ സേഫാക്കാനും ഞാൻ കേറൂല. വാശി പിടിക്കാനും സംസാരിച്ചിരിക്കാനുള്ള സമയമല്ല. അവർ ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കോളാം. സാറ് കയറ്. വേണ്ട സാറേ, എന്റെ കൂട്ടത്തിലുള്ള അവസാനത്തെ കുഞ്ഞു സേഫ് ആയതിനു ശേഷം മാത്രമേ ഞാൻ വരൂ. സാറ് എനിക്ക് വിമാനത്തിൽ കയറാൻ പേടിയാണ്. മോള് പേടിക്കണ്ടേട്ടാ. മോള് കയറിൽ മുറുകെ പിടിച്ചിരുന്നോട്ടാ. ഞങ്ങൾ കൂടണ്ട് കേട്ടാ. ഓക്കെ ഓക്കെ. വലിച്ചോ 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 വലിച്ചോ. റെഡി റെഡി. അവിടെ അവിടെ അപ്പുറത്ത്. വേഗം വേഗം വലിച്ചോളൂ വലിച്ചോളൂ. കുട്ടികൾ കയറിക്കൊണ്ടിരിക്കുക. വേഗം. മക്കള് പേടിക്കണ്ട, മക്കള് പേടിക്കണ്ട. പേടിക്കണ്ട, ഒരു പ്രശ്നം ഉണ്ടാവില്ല. സാറില്ല കൂടെ കേട്ടാ. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ടെൻഷൻ അടിക്കണ്ട. റെഡി. മുറുകെ പിടിച്ച് കയറിക്കോ. കയറ്, ഒരു പ്രശ്നമില്ല.
അമ്മേ കണ്ണ് തുറക്ക അമ്മേ. അമ്മനോട് പറഞ്ഞതല്ലേ ഞാൻ വീട്ടിൽ വരുമ്പോ അമ്മ ഉണ്ടാവുമെന്ന്. എന്നിട്ടിപ്പോ എന്നും മിണ്ടാതെ തന്നെ കിടന്നാലോ? ഒന്ന് എഴുന്നേൽക്കമ്മേ. അങ്ങനെ കയറി ഇങ്ങനെ പോയപ്പോൾ അവിടെ ആന മൂന്നെണ്ണം ഉണ്ട്. അതിലൊരു കവുങ്ങിന്റെ മരം ഉണ്ടായി. ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഒരു കൊമ്പനാണ്. ആന എന്നെ നോക്കി ഇങ്ങനെ മിണ്ടാതെ ചെവിയാട്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ്, ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപ്പെട്ട് വരുന്നത്. നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ, എന്നെ ഒന്നും ചെയ്യരുത് എന്നെ എൻ്റെ കുട്ടിനെയും പറഞ്ഞിട്ട് ആനിങ്ങനെ നോക്കി രണ്ട് കണ്ണുകൂടി ഇങ്ങനെ വെള്ളം വരിക. എൻ്റെ ആ വീടിരുന്ന സ്ഥലത്ത് കരയാൻ പോലും കരുത്തില്ലാതെ തലയ്ക്ക് കൈവച്ചിരുന്ന ഒരു പാവം പ്രവാസിയെ കണ്ടതാണ് നമ്മൾ. വാപ്പ, ഉമ്മ, ഭാര്യ, 3 മക്കൾ, സഹോദരങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, സ്വന്തമായതൊക്കെയും ഒരു പാതിരാത്രി മാഞ്ഞുപോയി ഒറ്റക്കായവനാണ്. അച്ഛനും അമ്മയും ചേച്ചിയും നഷ്ടപ്പെട്ട കാര്യം ഇനിയും അറിഞ്ഞിട്ടില്ലാത്തൊരു പൊന്നുമോൾ മുഖത്തൊക്കെ മുറിവോടെ ഇരിക്കുന്നുണ്ട്. 3-ാം ക്ലാസ്സുകാരി അവന്തിക. അസംഖ്യം അനാഥത്വങ്ങൾ, മേപ്പാടി പള്ളിക്കാട്ടിൽ എണ്ണിത്തട്ടപ്പെടുത്താനാവാത്ത പോലെ കബറുകൾ, ഇനിയും തീരാത്ത ഉദകക്രിയകൾ, ആ പുത്തുമലയിലെ ആരെന്നറിയാത്ത അനാഥ കുഴിമാടങ്ങൾ, കളിപ്പാവകൾക്കൊപ്പം ആ ചെളിക്കുണ്ടിൽ പൂണ്ടുപുതഞ്ഞു കിടന്നത് പാൽമണം മാറാത്ത ഓമനത്തം മാറാത്ത എത്രയെത്ര കുരുന്നു കുഞ്ഞുങ്ങളുടെ അനക്കമറ്റ ശരീരങ്ങളാണ്. പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട വേദനയ്ക്ക് പരിഹാരമില്ലെങ്കിലും അനാഥമാക്കപ്പെട്ട ആ നാട് മറ്റൊരു കാര്യത്തിൽ കഷ്ടപ്പെടാതിരിക്കാൻ രാഷ്ട്രീയ ഭേദമില്ലാതെ, അവസരങ്ങളില്ലാതെ ഇനിയുള്ള കാലത്തോളം ചേർത്ത് പിടിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. സൈന്യവും അഗ്നിരക്ഷാസേനയും NDRF-ഉം സന്നദ്ധ സംഘടനകൾ, 100 കണക്കിനിറങ്ങിയ DYFI, യൂത്ത് ബ്രിഗേഡ്, വൈറ്റ് ഗാർഡ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, SKSSF, SYS, SDPI, സേവാഭാരതി, പിന്നെയും അനേകം സംഘടനകൾ. ഉരുൾപൊട്ടലിനെയും ചെറുക്കാൻ ഭാഗത്തിനൊരു ദുരന്തമുഖത്ത് ഭേദങ്ങളില്ലാത്ത നിങ്ങൾ കെട്ടിയൊരു യുവശക്തിയുടെ കോട്ടയുണ്ടല്ലോ, അത് നാളത്തെ ഈ നാടിന്റെ പ്രതീക്ഷയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചേർത്ത് പിടിച്ച അഭിവാദ്യങ്ങൾ. നമ്മളൊരു പരാജയപ്പെട്ട ജനതയെയല്ല. എന്നാ മഴയുടെ മട്ടം അറിയുന്ന മനസ്സിലാക്കി ഞാൻ പേടിച്ചോടി വീട്ടിൽ കയറി. പക്ഷെ അവന് വിടാൻ പാവില്ലായിരുന്നു. വീട് വെള്ളം കൊണ്ട് നിറയാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയില്ല, ആരെ വിളിക്കണമെന്നറിയില്ല. ഒരു വഴിയില്ലാതെ ഞാനൊരു മുകളിലേക്ക് കയറി. അന്ന് അവിടെ വെച്ച് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു കാഴ്ച കണ്ടു. പണക്കാരൻ, പാവപ്പെട്ടവൻ, പണ്ഡിതൻ, പാമരൻ, താണജാതി, കൂടിയ ജാതി, ജീവന് വേണ്ടിയുള്ള ഇവരുടെ എല്ലാ നിലവിളിക്ക് ഒരു സ്വരമായിരുന്നു. മഴയുടെ ശക്തി കൂടി, വെള്ളം വീണ്ടും ഉയർന്നു. ഞങ്ങൾ ചുറ്റും നോക്കി, രക്ഷിക്കാൻ ആരെയും കണ്ടില്ല. പോകെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇനി ആരും വരില്ലെന്നുറപ്പിച്ച് സ്വയം തോൽവി സമ്മതിച്ച് കൈകളെ ചേർത്ത് പിടിച്ച് കണ്ണുകളിറക്കി ഞങ്ങൾ മരണത്തെ കാത്തു. ഞങ്ങളാരും ഒരിക്കലും മറക്കില്ല. എന്റെ നേരെ നീണ്ട കൈകൾ ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിന്റെയോ മുസൽമാന്റെയോ അല്ല, ഇടതിന്റെയോ വലതിന്റെയോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടേതുമല്ല. മറിച്ച് മനുഷ്യന് നേരെ നീട്ടുന്ന കൈകളായിരുന്നു. ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റുമ്പോൾ ആ കൈ കറുത്താണോ വെളുത്താണോന്ന് ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ ആ കൈകൾക്ക് സ്വന്തം കുടുംബം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു. സഹായങ്ങൾക്ക് 5 സ്ക്രീനുകളെ കൺട്രോൾ റൂമുകളാക്കി പുതിയ തലമുറയ്ക്ക്, കുഞ്ഞു കുടുക്കൾ പോലും ഞങ്ങൾക്ക് വേണ്ടി പൊട്ടിച്ചു കൊല്ലുന്നവർക്ക്, കേരളത്തിന് സ്വന്തം നാവികസേനയെ മത്സ്യത്തൊഴിലാളികൾക്ക്, മുണ്ടുമടക്കി കുത്തി മണ്ണിലിറങ്ങി മാതൃകയായ ഞങ്ങളുടെ താരങ്ങൾക്ക്, ഒപ്പം നെഞ്ചുവരിച്ചെന്ന ജില്ലാ സംസ്ഥാന ഭരണാധികാരികൾക്ക്, പോലീസിന്, പട്ടാളത്തിന്, ഫയർഫോഴ്സിന്, KSEBിക്ക്, മീഡിയയ്ക്ക്, പിന്നെ ഒറ്റക്കെട്ടായി ദുരിതത്തെ നേരിട്ട കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് നന്ദിയുണ്ട്.
സ്വന്തം കാര്യം മാത്രം നോക്കാതെ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഞങ്ങളെയും ചേർത്ത് വെച്ച് ഞങ്ങൾ പലർക്കും ഉറ്റവരും ഉടയവരും പോയി, വീടുകൾ നഷ്ടമായി. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല, കാരണം ഞങ്ങൾക്ക് ചുറ്റും ഇന്ന് ആ മതിലില്ല. എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അത് ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെ ആ മതിൽ പണിയാൻ ഇനി ഞങ്ങൾ സമ്മതിക്കില്ല. നമ്മൾ അതിജീവിക്കും ഒറ്റക്കെട്ടായിട്ട്. കാരണം ഇത് കേരളമാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല.